സമയം രാത്രി 7 മണി കഴിഞ്ഞ് വിശന്നിട്ടാണെങ്കിൽ ഒരു രക്ഷയുമില്ല. പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ച് വീട്ടിലെ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ചിക്കൻ ഇരിക്കണം. ചിക്കൻ വെച്ചിപ്പോൾ പെട്ടെന്ന് എന്തുണ്ടാക്കാൻ പറ്റണ, സിമ്പിളായിട്ടൊരു കുക്കർ ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലാ. അങ്ങനെ ഒരു കുക്കർ എടുത്ത് അതിൻ്റെ അകത്തേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇത് രണ്ടും ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് സ്പൈസസ് ആയിട്ട് കുറച്ച് കറുവാപ്പട്ടയും ഏലക്കായും കുരുമുളകും കൂടി ഇടാം. പിന്നെ അതിൻ്റെ അകത്തേക്ക് ഇഞ്ചിയും വെള്ളുള്ളിയും കൂടി ചതച്ച് വെച്ചതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഒരു പച്ചമണമില്ലേ, ആ പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം അരിഞ്ഞു വെച്ചേക്കുന്ന സവാള എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴട്ടിയെടുക്കുക. നമ്മൾ സവാള ഇടുന്ന സമയത്ത് ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് വഴറ്റണമെങ്കിൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും കേട്ടോ. സവാള ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് കുറച്ച് തക്കാളി ഇടാം. തക്കാളി എത്രത്തോളം ഉണ്ടാകും അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എളുപ്പപ്പണി ആയതുകൊണ്ട് ചിക്കൻ പൊരിക്കണമൊന്നുമില്ല, അപ്പോൾ ചിക്കൻ ക്ലീൻ ചെയ്തിട്ട് മാറ്റി വെക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടികളെല്ലാം മാറ്റി വെക്കാം. സവാള എല്ലാം വഴണ്ടു വന്നതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഈ പറഞ്ഞ പൊടികളെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പൊടികളുടെ എല്ലാം പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ മിക്സിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം അതിൻ്റെ അകത്തേക്ക് കുറച്ചധികം മല്ലിയില ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർ ഇട്ടാൽ മതി, അധികമായിട്ട് അല്ലെങ്കിൽ ഒരു ഇച്ചിരി ഇട്ടാൽ മതി. എനിക്ക് പൊതുവേ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണ്. മസാല എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചേർക്കേണ്ടത് അരിയാണ്. ഇപ്പം എത്ര ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് അതിൻ്റെ ഡബിൾ എടുക്കുക വെള്ളം. ഇപ്പം 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തേക്കുന്നത്, ഇപ്പം 4 ഗ്ലാസ് വെള്ളം എടുക്കുക. പിന്നെന്താ, അരിയെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. സത്യം പറഞ്ഞാൽ ഇതൊരു തമിഴ്നാട് സ്റ്റൈല് ആ ടൈപ്പ് ഒരു ബിരിയാണി തന്നെ ഉണ്ടാ. ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എത്ര ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് അതിൻ്റെ ഡബിൾ വെള്ളം എടുക്കുക. അപ്പം 4 ഗ്ലാസ് വെള്ളം വെച്ച് പിന്നെ വെള്ളത്തിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടതിന് ശേഷം കുറച്ച് നാരങ്ങ നീരും ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 2 വിസിലൊക്കെ വന്നതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. അപ്പം ഏകദേശം ഇങ്ങനെ ഇരിക്കും സംഭവം. എണ്ണയിൽ പൊരിച്ച് വെക്കുന്ന ബിരിയാണിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ഇങ്ങനെ ഉണ്ടാക്കണമായിരിക്കും. അതാവുമ്പോൾ നമുക്ക് എണ്ണ അധികം യൂസ് ചെയ്യണ്ടല്ല. പിന്നെ ഇത് തുറന്നു നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല സ്മെല്ല് വരുന്നുണ്ട്. സിമ്പിളും ആണ്, നല്ല ടേസ്റ്റാണ്. നമ്മൾ മസ്റ്റായിട്ടൊന്ന് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാ. ഫൈനൽ ലുക്ക് ഇത് ഇങ്ങനെ ഇരിക്കും കേട്ടോ. കുറച്ച് അച്ചാറും സാലഡും ഉണ്ടെങ്കിൽ അടിപൊളി.